ഗൈബാണോ? അത് ഗൈബല്ല. മനുഷ്യൻ കാണാത്തത് ഇരുട്ടത്ത് പൂച്ച കണ്ടെന്ന് വരും, അപ്പൊ പൂച്ച ഗൈബ് അറിയുന്നുണ്ട്? അല്ല. അപ്രകാരം വൈറസ് അത് നമുക്ക് നേർക്ക് നേരെ നോക്കിയാൽ കാണില്ല, ചിലപ്പോ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലോ ഇതിനെ കണ്ടെന്ന് വരാം. അപ്പൊ ഗൈബ് അറിഞ്ഞ് ശാസ്ത്രജ്ഞൻ എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ഇത് ഡോക്ടർ ഉസ്മാൻ സാഹിബ്, കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ ഉസ്മാൻ സാഹിബ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പഠിപ്പിച്ചതാ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പഠിപ്പിച്ചതാ. ഇനിയും നിങ്ങൾക്ക് കാണാം. പിന്നെന്താണ്? അഭൗതികമായ നിലക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി, ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഉപകാരോപദ്രവം ചെയ്യുന്നവൻ അള്ളാഹു ആണ് എന്ന് വിശ്വസിച്ചു ഒരാൾ. അങ്ങനെയാ വിശ്വസിക്കേണ്ടത്. എങ്കിൽ ശൈത്വാനോ അതല്ല എങ്കിൽ ജിന്നുകളോ, ആ ജിന്നുകളുടെ പ്രവർത്തന മേഖലകൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് എന്നവർ അറിഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരിക്കലും അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് നമ്മളല്ല, പൈശാചിക പ്രവർത്തനങ്ങൾ. ആ പൈശാചിക പ്രവർത്തനങ്ങൾ എന്തായിരുന്നാലും, ഏത് രൂപത്തിൽ പിശാച് പ്രവർത്തിച്ചാലും, എന്തെല്ലാം പിശാച് കാണിച്ചാലും, ആ പിശാച് മുഖാന്തരം എന്തുപത്രം ഉണ്ടായാലും, പിശാച് ഏതെല്ലാം നിലക്ക് ആരെയൊക്കെ സഹായിച്ചാലും ഒരിക്കലും അഭൗതികമോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമോ അല്ല എന്ന് പറഞ്ഞത് നോക്ക് നിങ്ങൾ. ഇത് സലാം സുല്ലമിയുടെ ബുഖാരി പരിഭാഷ. അതിന്റെ 149 പേജിൽ പറയുന്നു, അള്ളാഹുവിന്റെ അദൃശ്യ കാര്യങ്ങളിൽ ആർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയില്ലെന്നും നബിമാർക്ക് മാത്രമേ അത് വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂവെന്നും പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. ബുഖാരിയുടെ 3210 ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയാണ്. എന്നിട്ട് പറയുന്നു, പ്രശ്നക്കാരും മറ്റും ചെയ്യുന്ന കാര്യ കാരണങ്ങൾക്ക് അധീനപ്പെട്ടവയാണ്. പിശാച് ചെയ്യുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനപ്പെട്ടവയാണ്. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനപ്പെട്ടവയാണ് പിശാച് ചെയ്യുന്നത്, ജിന്ന് ചെയ്യുന്നതൊക്കെ. അതൊന്നും കാര്യകാരണ ബന്ധത്തിന് പുറത്തു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ജിന്നിന്റെ പ്രവർത്തനങ്ങൾ, പിശാചിന്റെ പ്രവർത്തനങ്ങൾ അഭൗതികമാകുമോ? ഒരിക്കലും അഭൗതികമാകുകയില്ല. അത് പറഞ്ഞതാരാ? കേട്ടോ, ഇത് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകം, യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകമാണ്. ഷബാബിൽ വന്ന ചോദ്യോത്തരങ്ങളാണ്. ആ ചോദ്യോത്തരത്തിൽ കൃത്യമായി പറയുന്നു, ജിന്നുകൾക്ക് അള്ളാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിന് അതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അപ്പൊ ജിന്നുകളുടെ കഴിവ് അഭൗതികമല്ല, അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല. അഭൗതികമായ കഴിവ് എന്ന് നാം പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. അപ്പൊ അഭൗതികമായ കഴിവെന്ന് പറഞ്ഞാൽ സൃഷ്ടികൾക്കാർക്കും നൽകിയിട്ടില്ലാത്ത കഴിവാണ്. ഇത് ഞാൻ 3 പുസ്തകങ്ങൾ മുജാഹിദുകളുടെ തെളിവായി ഉദ്ധരിച്ചു. ഒന്ന്, ഡോക്ടർ ഉസ്മാൻ സാഹിബിന്റെ ഗൈബ് എന്ന് പറയുന്ന പുസ്തകം. 2, സലാം സുല്ലമി എഴുതിയ ബുഖാരിയുടെ പരിഭാഷ. 3, ചെറിയ മുണ്ടം ഷബാബിൽ എഴുതിയ ചോദ്യോത്തരങ്ങളും ആ ചോദ്യോത്തരങ്ങൾ യുവത പുസ്തകമാക്കിയിട്ട് പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 78 പേജിലുള്ള വാചകവും. ഇത് 3 ഞാൻ ഉദ്ധരിച്ചെന്തിനറിയോ? അമ്പലക്കട വയസ്സി പുതുതായി സമർത്ഥിക്കുന്നത് കണ്ടോ? ഇത്രയും കാലം മുജാഹിദികൾ പറഞ്ഞത് മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹിനെ കഴിയുള്ളൂ, എന്നാൽ ഇപ്പോ ജിന്നുകൾ ഉപദ്രവിക്കുന്നു എന്നവർ പറയുന്നു, ജിന്നുകൾ പലരെയും സഹായിക്കുന്നു എന്നവർ പറയുന്നു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾ സഹായിക്കുന്നില്ലേ? കാരണം ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കല്ലേ? ജിന്നിന്റെ സഹായം മറഞ്ഞ വഴിക്കാണോ? അല്ല. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? മറഞ്ഞ വഴി അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്നതുകൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിച്ചത് പരിപൂർണമായും അള്ളാഹുവിന് മാത്രമുള്ളത് എന്ന അർത്ഥത്തിൽ. അതിനുള്ള തെളിവുകളാണ് ഞാൻ ഉദ്ധരിച്ചത്. മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത് എന്ന അർത്ഥത്തിൽ. ആ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സൃഷ്ടികൾക്ക് കഴിയുമെന്ന് വിശ്വസിച്ചത്, അഭൗതികമായി ഇവിടെയുള്ള സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്, മറഞ്ഞ വഴിക്ക്, ആ നിലക്കുള്ള മറഞ്ഞ വഴിക്ക് സൃഷ്ടികൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത് ആരാ? സമസ്തക്കാരാ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി നമ്മെ സഹായിക്കാൻ അള്ളാഹുവിനെ കഴിയും. ലോകത്തുള്ള എന്തായിരുന്നാലും ലികുല്ലി ശൈഇൻ സബബാ. ഖുർആൻ പറഞ്ഞു എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട്. കാര്യകാരണബന്ധിതമായിട്ടാണ് ഈ ലോകത്ത് ഓരോന്നും പ്രവർത്തിക്കുന്നത്. എന്നാൽ കാര്യകാരണബന്ധങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് മുജാഹിദിൽ പറഞ്ഞു.
ഗൈബിയായ നിലക്ക് ഭയപ്പെടേണ്ടത് അള്ളാഹുവിനെ മാത്രമാണ് എന്ന് മുജാഹിദുകൾ പറഞ്ഞു. ആ സമയത്ത് ഇവര് പറഞ്ഞു, ആര്? സമസ്തക്കാര് പറഞ്ഞു, ഔലിയാക്കൾക്ക് അമ്പിയാക്കന്മാർക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ കഴിയും, ഗൈബിയായ നിലക്ക് സഹായിക്കാൻ കഴിയും, അഭൗതികമായ നിലക്ക് സഹായിക്കാൻ കഴിയും. ആ അഭൗതികം കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ഔലിയാക്കളെ കുറിച്ചും ഇതര വസ്തുക്കളെ കുറിച്ചും അവർ ഉദ്ദേശിച്ച ആ കാര്യത്തെയാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് മുജാഹിദ് ഉദ്ദേശിച്ചത്. അത് അമ്പലക്കട വൈസ് തന്നെ പറയട്ടെ, അദ്ദേഹം തന്നെ വ്യക്തമാക്കും, നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ അവർ പറയാൻ കാരണം യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന 14 നൂറ്റാണ്ട് കാലത്തെ മുസ്ലിം ജനകോടികൾ മുഴുവൻ മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായ നിലയ്ക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് അദൃശ്യമായ നിലയിൽ സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ഗുണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവരാ. കണ്ടോ, അവരുടെ വിശ്വാസമാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? മഹാത്മാക്കളിൽ നിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് അഭൗതികമായി സഹായം കിട്ടും, മഹാത്മാക്കളിൽ നിന്ന് മറഞ്ഞ വഴിക്ക് സഹായം കിട്ടും. അപ്പൊ മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ജിന്നുകൾക്ക് സഹായിക്കാൻ കഴിയില്ല. ഗൈബിയായ നിലക്ക് ജിന്നുകൾക്ക് സഹായിക്കാനോ ഉപദ്രവിക്കാനോ കഴിയില്ല. ആ അർത്ഥത്തിലാണ് മറഞ്ഞ വഴി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക, അല്ലാതെ കാണാത്ത വഴി എന്നല്ല. കാണാത്തത് പലതുണ്ടല്ലോ. ഒരു റൂമിലിരിക്കുമ്പോ അപ്പുറത്തെ റൂമിലിരിക്കുന്ന ആളെ കാണാൻ പറ്റൂല, അയക്ക് നമ്മളെ സഹായിക്കാൻ കഴിയൂലേ? ബാക്ടീരിയ കാണുന്നില്ല, വൈറസ് കാണുന്നില്ല, ഉപദ്രവിക്കാൻ കഴിയൂലേ? അപ്പോ മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഗൈബിയായത്, അദൃശ്യമായത്, അഭൗതികമായത്, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായത്. എന്നാൽ സുന്നികൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തക്കാരുടെ വിശ്വാസമായി പറഞ്ഞത് മഹാത്മാക്കൾ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. അത് ശിർക്കാണ്. ആ വിശ്വാസം ശിർക്കാണ്. അഭൗതികമായി ഗൈബിയായ നിലക്ക് സഹായിക്കും, അത് ശിർക്കാണ്. ഗൈബിയായ നിലക്ക് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക്. എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാ നിൽക്കണം എന്തിനാ? എന്തെങ്കിലും സ്വന്തമായിട്ട് വായിച്ച് പഠിക്കണ്ടേ? ആരെങ്കിലും കൊണ്ടിടക്കണ കണ്ടപ്പോ കൊള്ളാലോ അത്. നമുക്കും പറ്റുമോ, നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയത്തിന് ശേഷം ഇയാൾ തന്നെ പറയുന്നുണ്ട് പെട്ടത് അല്ലേ. ചാത്തൻ പോത്തൻ കുറിഞ്ചാത്തന്മാർ തെക്ക് വടക്കോട്ടോടുകയാണ് എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് കുറെ ചാത്തന്മാരും പോത്തന്മാരും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ആ ചടഞ്ഞതും കൊണ്ട് ഓടി നോക്കി. എന്നിട്ട് ഒന്നും സംഭവിച്ചോ? വല്ലതും സംഭവിച്ചോ? കേരളത്തിന് വല്ലതും സംഭവിച്ചോ? കുറെ ചാത്തന്മാർ റോഡിലൂടെ ഓടി എന്നല്ലാതെ. അതുകൊണ്ട് ആരെങ്കിലും ചപ്പി തുപ്പിയത് അത് വാരി അണ്ണാക്കിലിടാൻ ശ്രമിക്കരുതേ പൈസി എന്നാണ് ഈ സമയത്ത് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കാനുള്ളത് അല്ലെ. കുറെ ഓടിയതല്ലേ ഇതൊക്കെ. ഇവിടെ ഇതൊന്നും പുതിയല്ലോ, പുതിയതായിട്ട് അവതരിച്ച പുതിയ ചിഹ്നമൊന്നും അല്ലല്ലോ. നേരെ മറിച്ച് പുതിയതല്ല, പഴയതാ. ഇതിനൊക്കെ കൃത്യമായി വ്യക്തമായി മുജാഹിദ് പ്രസ്ഥാനം മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി മൂപ്പര് ചോദിക്കാണ്, എന്താ ഒരു വലിയ വെല്ലുവിളി കേട്ടോളൂ. സുന്നത്ത് ജമാഅത്തിനെ അംഗീകരിക്കുന്ന ആളുകളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കാൻ വേണ്ടി സത്യത്തിൽ അവർ സമർത്ഥമായി ഉണ്ടാക്കിയ ഒരു പുതിയ ആശയമായിരുന്നു, നിർവചനമായിരുന്നു, വിശദീകരണമായിരുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ അർത്ഥം. നമ്മളെ മുശ്രിക്കാക്കാൻ നമ്പർ 1 അർത്ഥം. പക്ഷെ ലോക ചരിത്രത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണ് അർത്ഥം കൊടുത്തത്? ആര് കൊടുത്തു? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം തൗഹീദിന്റെ വിഷയം ഒരു പുതിയ വിഷയമല്ലല്ലോ. ക്ലോണിംഗ് പുതിയൊരു പ്രതിഭാസമാണ്. ക്ലോണിങ്ങിനെ കുറിച്ചൊരു പുതിയ മസ്അല വന്നാൽ അത് പഴയ കാലത്ത് ആര് പറഞ്ഞു ചോദിക്കുന്നത് പ്രസക്തിയില്ല. അന്ന് ക്ലോണിംഗ് സംവിധാനമില്ല. പക്ഷേ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ, ലോകത്ത് എവിടെയൊക്കെ അള്ളാഹുവിന്റെ ദൂതന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ടോ അവരൊക്കെ പഠിപ്പിച്ച ആശയം ലാ ഇലാഹ ഇല്ല അന, അള്ളാഹു മാത്രമാണ് ദൈവം, ഇലാഹി എന്ന ആശയമായിരുന്നു. അള്ളാഹു മാത്രമാണ് ഇലാഹി എന്ന ഈ പൂർവികമായ അബൂനാബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ പഠിപ്പിച്ച ഈ ആശയത്തിൽ ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അർത്ഥം ആര് കൊടുത്തു? സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുജാഹിദ് പ്രസ്ഥാനത്തോട് നിരന്തരം ചോദിച്ചു. മുജാഹിദിന് മറുപടിയും പറഞ്ഞു കൊടുത്തു. നേരത്തെ ഞാൻ ഓതി തന്നില്ലേ, വിശുദ്ധ ഖുർആനിലെ 4-5 ആയത്തുകൾ ഇനിയുണ്ട്. ഇനി ലോകത്ത് തൗഹീദ് പഠിപ്പിക്കാമെന്നത് ആരാ?
തൗഹീദ് പഠിപ്പിക്കാൻ വരികയും തൗഹീദ് അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തവരാരാ?